നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ പവർ പോയിന്റ് പ്രസന്റേഷനാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ചയാകുന്നത്. എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളുടെ കണ്ണുകളും കൃത്യമായി രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനിലേക്ക് എത്തി നോക്കുകയാണ്. അദ്ദേഹം കേരളത്തിലെ തൃശ്ശൂരിൽ എങ്ങനെയാണ് BJP കള്ളവോട്ടിലൂടെ വിജയിച്ചത് എന്നുള്ളത് അവിടുത്തെ ഒരു പ്രാദേശിക ലോക്കൽ നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണൻ, നാട്ടുകാർ അദ്ദേഹത്തെ ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്നൊക്കെ കളിയാക്കി വിളിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ പേര് B ഗോപാലകൃഷ്ണൻ എന്നാണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ജയിക്കാൻ വേണ്ടി ഒരു മണ്ഡലത്തിൽ ജമ്മു കാശ്മീരിൽ നിന്നോ ഏത് സംസ്ഥാനത്ത് നിന്നോ ആളുകളെ അവിടെ കൊണ്ടുവന്ന് മാസങ്ങൾക്ക് മുമ്പേ തമ്പടിപ്പിച്ച് അവർക്ക് ചെലവും കൊടുത്ത് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ആ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിക്കൂ, എന്തുമാത്രം കൃത്യമായി യാഥാർത്ഥ്യങ്ങൾ B ഗോപാലകൃഷ്ണൻ വിളിച്ചു പറയുന്നു. B ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ആകെ അന്തം വിട്ട് കുന്തം വിഴുകിയിരിക്കുകയാണ്. കാരണം പാൻ ഇന്ത്യൻ റീച്ചാണല്ലോ B ഗോപാലകൃഷ്ണന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൽ കൃത്യമായി ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേറ്റിംഗ് സെൻറ്റൻസുകൾ എഴുതി ചേർക്കപ്പെട്ട് വലിയ തോതിൽ ഈ വിഷയം ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചിരുന്നു. ഫേമസ് ആയില്ലെങ്കിലും വേണ്ടില്ല, കുപ്രസിദ്ധനായല്ലോ താൻ എന്ന രീതിയിലാണ് ഇപ്പോൾ B ഗോപാലകൃഷ്ണന്റെ വളിഞ്ഞ ചിരി. ഇത് തന്നെയാണ് BJP ഓരോ ലോക്സഭാ മണ്ഡലത്തിലും കള്ളത്തരങ്ങളിലൂടെ കാണിച്ചത്. മഹാരാഷ്ട്രയിൽ 288 സീറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ ബഹുഭൂരിപക്ഷം സീറ്റുകളും BJP തട്ടിയെടുത്തത് ഇങ്ങനെ തന്നെയാണ്. ലോക്സഭയിൽ അടിപതറിയ BJP 5 മാസങ്ങൾക്കുള്ളിൽ അവിടെ റിസർച്ച് നടത്തി, ഹോംവർക്ക് നടത്തി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ടും അതുപോലെ ആവുന്നത്ര എല്ലാ രീതിയിലുള്ള തട്ടിപ്പുകളും കാണിച്ചാണ് അധികാരത്തിലേക്ക് എത്തിയത്. ഫഡ്നാവിസിന്റെ അധികാരം കൃത്യമായി വളഞ്ഞ വഴിയിലൂടെയാണെന്നും കാപട്യം നിറഞ്ഞതാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു. അതായത് സബ് ടൈറ്റിൽ കൃത്യമായി ഇംഗ്ലീഷിൽ കൊടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു ലോക്കൽ നേതാവ് പറഞ്ഞു ഇത്രയേറെ ശ്രദ്ധ ആകർഷിക്കുന്നത്. അതായത് വെല്ലുവിളിച്ചുകൊണ്ടാണ് BJP നേതാക്കളിൽ ഓരോരുത്തരും പറയുന്നത്, ഞങ്ങളങ്ങനെ കള്ളവോട്ട് നടത്തും, ഞങ്ങളങ്ങനെ ജയിപ്പിക്കും, ഞങ്ങൾ അതിനെ ആഘോഷപൂർവ്വം കൊണ്ടാടുമെന്ന്. എന്നിട്ട് B ഗോപാലകൃഷ്ണൻ തുള്ളിക്കളിക്കുന്ന വീഡിയോയും രാഹുൽ ഗാന്ധി കൃത്യമായി പങ്കുവച്ചിരിക്കുന്നു. ഇതിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? ജനങ്ങൾക്ക് മനസ്സിലാകുന്നു വലിയ തോതിലുള്ള കള്ളത്തരങ്ങൾ ഇന്ത്യ ഒട്ടുക്കം കൃത്യമായി അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏത് തട്ടിലുള്ളവരുമുണ്ട്. സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുന്നു. സുപ്രീം കോടതിക്ക് ഈ കാര്യങ്ങളിൽ വിധി പറയാനോ സുപ്രീം കോടതിയുടെ മുമ്പിൽ അപ്പീൽ നൽകാനോ കഴിയാത്ത അവസ്ഥ. തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരെ അയോഗ്യരാക്കാൻ കഴിയില്ല എന്ന രീതിയിൽ പുതിയ ഓർഡിനൻസ് കൊണ്ടുവരാനും അമിത്ഷാ തയ്യാറെടുക്കുകയാണ് അണിയറയിൽ.